നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊഡ്യൂസ്ഡ് ബൈ ലിനിയേഴ്സ് വാസ് എ ഡാഷ് കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ലിനിയേഴ്സ് പ്രൊപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അത് എത്ര കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ളത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ, അങ്ങനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ലിനിയേഴ്സ് പ്രൊപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് ഏതാണെന്ന്. ഉത്തരം ഓപ്ഷൻ എ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ലിനിയേഴ്സ് പ്രൊപ്പോസ് ചെയ്ത ആദ്യം പ്ലാന്റ് ആൻഡ് അനിമേലിയ, ഇത് രണ്ടും മാത്രം മുന്നോട്ട് കൊണ്ടുവന്നാണ് ലിനിയേഴ്സ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ കണ്ടുപിടിച്ചിരുന്ന ജീവികളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഇത് കുറച്ച് നാൾ മുമ്പാണ് ലിനിയേഴ്സ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്ലാന്റ് ആൻഡ് അനിമേലിയ എന്നുള്ളതിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാലം പുരോഗതിക്കുന്നതിനൊപ്പം ഒരുപാട് ജീവികളെ പുതിയതായിട്ട് കണ്ടുപിടിക്കുകയും അത് പിന്നെ കൂടുകയും ഒരു കിങ്ഡം കൂടി ആഡ് ചെയ്യുകയും ചെയ്തു. പ്ലാന്റ് അനിമേലിയയുടെ കൂട്ടത്തിൽ പ്രോട്ടിസ്റ്റയും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഹേക്കൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്തത് ഹെക്കലാണ്. കൂടെ പ്രോട്ടിസ്റ്റയും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം കോപ്ലാൻഡ് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ 3 എഴുതുക, 3 കിങ്ഡം എന്ന് അറിയാനായിട്ട് 3 എഴുതുക. അതിനുശേഷം കോപ്ലാൻഡ് എന്ന് പറയുന്ന വ്യക്തി 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഹെക്കല് പ്രോട്ടിസ്റ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്തെന്നുണ്ടെങ്കിൽ കോപ്ലൻഡ് മൊണേറയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. പ്രോകാരിയോട്സിനെ എല്ലാത്തിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മൊണേറയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് മൊണേറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, അനിമേലിയ, ഇങ്ങനെ 4 കൂടെ ചേർത്ത് കോപ്ലൻഡ് ഒരു 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിന് പുരോഗതി വരുത്തി പിന്നെയും അത് മാറ്റി അത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കിയത് RH വിഥാക്കർ ആണ്. RH വിഥാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിലവിൽ കൊണ്ടുവന്നത്. അപ്പോൾ 5 കിങ്ഡം ഇപ്പോഴത്തെ നിലവിലുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് RH വിഥാക്കർ ആണ്. 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോപ്ലൻഡ് ആണ്. പുള്ളി ഇൻക്ലൂഡ് ചെയ്തത് മൊണേറയാണ്. അതിന് മുമ്പ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഹേക്കലാണ്. കാൾ ലിനിയേഴ്സ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റ് അനിമേലിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഹെക്കൽ വന്നപ്പോൾ പ്രോട്ടിസ്റ്റയും കൂടി ആഡ് ചെയ്തു. യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസംസ്, അതാണ് ഹേക്കൽ ആഡ് ചെയ്ത പ്രോട്ടിസ്റ്റ. അതിനുശേഷം കോപ്ലൻഡ് ആഡ് ചെയ്തത് മൊണേറയാണ്. പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് മൊണേറ എന്ന് പറയുന്നത്. അതിനുശേഷം RH വിഥാക്കർ ഫംഗൈ കൂടി ആഡ് ചെയ്തു. അങ്ങനെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിലവിൽ വന്നു. നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയുടെ അകത്ത് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ് അത് ഇതിനകത്ത് ഏതാണ്? അതാണ് ഇതിന്റെ ചോദ്യം. ഓപ്ഷൻ എ ബൈനറി ഫിഷൻ, ഓപ്ഷൻ ബി എൻഡോസ്പോർ ഫോർമേഷൻ, ഓപ്ഷൻ സി കോൺജുഗേഷൻ, ഓപ്ഷൻ ഡി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ബാക്ടീരിയ വളരെ ചെറിയൊരു ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിന് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ വളരെ പെട്ടെന്ന് അതിന് മ്യൂട്ടേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള വളരെ ആവശ്യമുള്ള ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് അടുത്ത ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് കംഫോർട്ടബിളും അവരുടെ അതേപോലെയുള്ളതിനെ ക്ലോൺ ചെയ്യുന്ന പോലെയുള്ള ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതുമായ ഒരു മെത്തേഡാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനകത്ത് ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷൻ നടക്കാൻ നേരത്ത് ബാക്ടീരിയ സ്പ്ലിറ്റ് ആകുകയാണ്. അങ്ങനെ ഈ ബൈനറി ഫിഷൻ വളരെ പെട്ടെന്ന് നടക്കുകയും ഈക്കോളെ പോലെയുള്ള ബാക്ടീരിയകൾ 20 മിനിറ്റിനുള്ളിൽ ഒരു ഈക്കോളെ 2 ആയിട്ട് മാറും. അങ്ങനെ ഒരു 10 ഈക്കോളെ ഒരിനകത്തുണ്ടെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അത് 20 ആയിട്ട് മാറും. അതായത് ഇരട്ടിച്ചോണ്ട് ചെയ്യും. അടുത്ത 20 മിനിറ്റ് 20 40 ആകും. അടുത്ത 20 മിനിറ്റ് 40 80 ആകും. അങ്ങനെ വളരെ പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബൈനറി ഫിഷൻ. അപ്പോൾ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അത് ബൈനറി ഫിഷൻ ആണ്.
ഇനി അടുത്ത ചോദ്യം, സയനോബാക്ടീരിയ ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ്? ഇതിനകത്ത് ഏതിനകത്താണ് സയനോബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സയനോബാക്ടീരിയക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇനി നമുക്ക് അത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ഓപ്ഷൻ നോക്കാം. എ മൊണേറ, ബി പ്രോട്ടിസ്റ്റ, സി ആൽഗെ, ഡി പ്ലാന്റ്. സൈനോബാക്ടീരിയ എന്നാണ് പേര്, പക്ഷെ അതിന്റെ വേറൊരു പേര് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ്. പക്ഷെ നമ്മൾ ഇത് ആൽഗെ നമുക്ക് സെലക്ട് ചെയ്യാൻ പാടില്ല, കാരണം ഇതിനെ ബാക്ടീരിയയുടെ അണ്ടറിൽ തന്നെയാണ് സൈനോബാക്ടീരിയ വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് മൊണേറ ഇങ്ങോട്ട് മാറ്റുന്നതിന് മുമ്പ് ഇത് പ്ലാന്റയുടെ കീഴിലായിരുന്നു ഇത് വെച്ചിരുന്നത്. പിന്നെ അതിനെ മാറ്റി ബാക്ടീരിയ ആണെന്ന് കൺഫേം ചെയ്ത് ഇപ്പോൾ മൊണേറയുടെ കീഴിലാണ് സൈനോബാക്ടീരിയ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം, മൈക്കോപ്ലാസ്മസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ്? മൈക്കോപ്ലാസ്മ ഇതിനകത്ത് ഏതിനകത്താണ് മൈക്കോപ്ലാസ്മ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? എ മൊണേറ, ബി പ്രോട്ടിസ്റ്റ, സി ഫംഗൈ, ഡി പ്ലാന്റ്. ഉത്തരം എ ആണ്. മൊണേറയിലാണ് മൈക്കോപ്ലാസ്മ ആഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അതിന് ന്യൂക്ലിയർ എൻവലപ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ. അപ്പോൾ അത് മൊണേറയിലാണ് മൈക്കോപ്ലാസ്മയെ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, സയനോബാക്ടീരിയ ആർ യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്സ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ബിക്കോസ് ദേ കോസ്. നേരത്തെ നമ്മൾ പറഞ്ഞ സയനോബാക്ടീരിയ അവരെ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ ഉപയോഗിക്കാറുണ്ട്, അവരെ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. അവരെ എന്തിനാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്? അതാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എ നൈട്രജൻ ഫിക്സേഷൻ, ബി ആൽഗൽ ബ്ലൂംസ്, സി ഫോട്ടോസിന്തസിസ്, ഡി ആൾ ഓഫ് ദിസ്. ഇതിനകത്ത് എന്താണ് സയനോബാക്ടീരിയയുടെ ജോലി? അത് നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുമോ? അത് ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കുവോ? സി ഫോട്ടോസിന്തസിസ് ആണോ അതിന്റെ ജോലി, അതോ ഇതെല്ലാം സയനോബാക്ടീരിയ ചെയ്യുമോ? സയനോബാക്ടീരിയ ഫോട്ടോസിന്തസിസ് അല്ല, അത് ചെയ്യുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ്. നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് സയനോബാക്ടീരിയയെ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്. അടുത്ത ചോദ്യം, ദ കിങ്ഡം പ്രോട്ടിസ്റ്റ ഫോംസ് എ ലിങ്ക് വിത്ത് കിങ്ഡം. ഇതിനകത്ത് ഏത് കിങ്ഡമായിട്ടാണ് പ്രോട്ടിസ്റ്റ വേറെ ലിങ്ക് ഫോം ചെയ്യുന്നത്? പ്രോട്ടിസ്റ്റയ്ക്ക് വേറെ ഏതൊക്കെ കിങ്ഡമായിട്ട് ഒരു ബന്ധമുണ്ട്? അതാണ് ഈ ചോദ്യത്തിൽ നിന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പ്ലാന്റ്, ഓപ്ഷൻ ബി ഫംഗൈ, ഓപ്ഷൻ സി അനിമേലിയ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദിസ്. അതായത് പ്രോട്ടിസ്റ്റയ്ക്ക് അതൊരു യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്ലാന്റ് ആയിട്ടും ഫംഗൈ ആയിട്ടും അനിമേലിയ ആയിട്ടും ഇവർ മൂന്ന് പേരും യൂക്കാരിയോട്സ് ആണ്. ആൻഡ് ഇവർ മൂന്ന് പേരുമായിട്ടും പ്രോട്ടിസ്റ്റ ഒരു ലിങ്ക് പ്രോട്ടിസ്റ്റയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് കിങ്ഡം ഹാസ് നോ വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ്? ഇതിനകത്ത് ഏത് കിങ്ഡത്തിനാണ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുന്ന ഈ അരിച്ചു മുറുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാ? ഇത് പക്ക പ്രോട്ടിസ്റ്റയാണ്, അല്ലെങ്കിൽ ഇത് പക്ക മൊണേറാണ്, പക്ക ഫംഗയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് ഇതിനകത്ത് ഏത് കിങ്ഡത്തിലാണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മൊണേറ, ഓപ്ഷൻ ബി പ്രോട്ടിസ്റ്റ, ഓപ്ഷൻ സി ഫംഗൈ, ഓപ്ഷൻ ഡി മെറ്റാഫൈറ്റ് ആൻഡ് മെറ്റാസോവ. നേരത്തെ മുകളിലത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയ്ക്കാണ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറി ഇല്ലാത്തത്. കാരണം നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിരുന്നു, അതൊരു യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് ആയതുകൊണ്ട് തന്നെ അതിന് വേറെ കിങ്ഡമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് അതിനുള്ളത് കൊണ്ട് തന്നെ അതിന് പക്ക വ്യക്തമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചില ഓർഗാനിസത്തിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പലതും ഫംഗസ് ആയിട്ട് സാദൃശ്യമുള്ള പലതും ഉണ്ട്, ആനിമൽസ് ആയിട്ട് സാദൃശ്യമുള്ള പലതും ഉണ്ട്, പ്ലാന്റ്സ് ആയിട്ട് സാദൃശ്യമുള്ള പലതും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടിസ്റ്റയാണ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറി ഇല്ലാത്തത്. ഓപ്ഷൻ ബി പ്രോട്ടിസ്റ്റ. ഇനി മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ആർ പ്രൈമർലി. പ്രോട്ടിസ്റ്റയിലുള്ള മെമ്പേഴ്സ്, പ്രോട്ടിസ്റ്റയിലുള്ളത് ഏറ്റവും കൂടുതൽ എങ്ങനത്തെ മെമ്പേഴ്സ് ആണെന്ന്, എങ്ങനത്തെ ജീവികളെയാണ് പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന്. ഓപ്ഷൻ എ പാരസൈറ്റ്സ്, ഓപ്ഷൻ ബി ടെറസ്ട്രിയൽ, ഓപ്ഷൻ സി അക്വാട്ടിക്, ഓപ്ഷൻ ഡി ഫോട്ടോസിന്തറ്റിക്. അതായത് കൂടുതൽ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസത്തിനെയാണോ, അതോ കൂടുതൽ വെള്ളത്തിൽ കാണുന്ന ജീവികളെയാണോ, അതോ കൂടുതൽ കരയിൽ കാണുന്ന ജീവികളെയാണോ, അതോ കൂടുതൽ പാരസൈറ്റ് ആയിട്ടുള്ള മറ്റുള്ള ജീവികളെ ഉപദ്രവിച്ച് മറ്റുള്ള ജീവികളിൽ നിന്നും ജീവിക്കാൻ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ജീവികളായിട്ടാണോ പ്രോട്ടിസ്റ്റ ജീവിക്കുന്നതെന്ന്? ഉത്തരം കൂടുതലായിട്ട് പ്രോട്ടിസ്റ്റ കാണപ്പെടുന്നത് അക്വാട്ടിക് ആണ്. കൂടുതലും വെള്ളത്തിലും
അതായത് സോൾട്ട് വാട്ടർ കടലിലും അതേപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്ന ഒരു ജീവിയാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. എല്ലാ പ്രോട്ടിസ്റ്റയും അക്വാട്ടിക് അല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടിസ്റ്റാസ് ആർ അക്വാട്ടിക് ഓർഗാനിസംസ്. ഇനി അടുത്ത ചോദ്യം, ദ സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 thin overlapping shells which fit together like a soap case in. ചോദ്യം, സെൽ വാള് രണ്ട് ഓവർലാപ്പിംഗ് ഷെൽസ് ആയിട്ട് ഇതിനകത്ത് ഒരു സോപ്പ് പോലെ രണ്ട് ഓവർലാപ്പിംഗ് ഷെൽസ് ആയിട്ട് വരുന്നത് ഈ താഴെ പറയുന്ന ഏതിനകത്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡെസ്മേറ്റ്സ്, ബി ഡയാറ്റംസ്, സി ഡൈനോഫ്ലജെല്ലേറ്റ്സ്, ഡി സ്ലൈമോൾസ്. ഉത്തരം ബി ഡയാറ്റംസ് ആണ്. ഡയാറ്റംസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ക്രൈസോഫൈസിനകത്ത് വരുന്നതാണ് ഡയാറ്റംസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സംഭവമാണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ, പോളിഷിങ്, അങ്ങനെ ഒരുപാട് ഇത് ഡയാറ്റംസിന് വരുന്നുണ്ട്. അപ്പോൾ ഡയാറ്റംസിന്റെ സ്ട്രക്ചറാണ് ഈ മുകളിലത്തെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈസ് കമ്പോസ്ഡ് ഓഫ് 2 thin overlapping shells which fit together like a soap case. അത് ഡയാറ്റംസിന്റെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, red tide in warm coastal water developed due to the abundance of. ഇതിനകത്ത് ഏതോ ഒരു മൈക്രോബ് ഒരുപാട് കൂടി ഒരുമിച്ചിരിക്കാൻ നേരത്ത് റെഡ് ടൈഡ് ഉണ്ടാകും. അവിടെ മുഴുവനും ചുവന്ന കളറിൽ ഇരിക്കുന്നത് പോലെ തോന്നും. അത് ഇതിനകത്ത് ആര് ഒരുമിച്ച് കൂടിയിരിക്കാൻ നേരത്താണ് ആ പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നാണ് ഈ ചോദ്യം. നമുക്ക് നോക്കാം. എ ഡൈനോഫ്ലജെല്ലേറ്റ്സ്, ബി യൂഗ്ലിനോട്സ്, സി ഡയാറ്റംസ്, ഡി സ്ലൈമോൾസ്. ഉത്തരം ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആണ്. ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആയ ഗോണിലോക്സ് മറ്റും ഒരുമിച്ച് കൂടാൻ നേരത്താണ് റെഡ് ടൈഡ് ഉണ്ടാകുന്നത്. പ്രോട്ടിസ്റ്റ, ക്രൈസോഫൈസ്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമൗട്സ്, പ്രോട്ടോസോവസ്, അങ്ങനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്ലൈമൗട്സ് എന്നൊക്കെ പറഞ്ഞാൽ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള, അതായത് മരിച്ച ജീവികളിൽ ഡീകേ ചെയ്യാവുന്ന രീതിയിൽ, അങ്ങനെ മരിച്ച ജീവികളിൽ മരിച്ച ട്വിക്സ് അതുപോലുള്ള ഇതിലൊക്കെ ജീവിക്കുകയാണ് സ്ലൈമൗട്സ് എന്നുള്ളത്. ഡയാറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അമീബോയിഡ് പോലുള്ള ഒരു ക്യാരക്ടറാണ് യൂഗ്ലിനോയിഡ്സിന്റെ. ഇതിനകത്ത് ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആണ് ഇതിന് ഉത്തരം. ഡൈനോഫ്ലജെല്ലേറ്റ്സ് ആണ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നത്. അപ്പോൾ 10ന് ഉത്തരം എ. അടുത്ത ചോദ്യം, സ്ലൈമോൾസ് ഈ താഴെ പറയുന്നവയിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈമോൾസ്. ബി സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. ഡെഡും ഡീകമ്പോസിംഗ് ആയിട്ടുള്ളതിൽ ഫുഡ് കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് സ്ലൈമോൾസ്. സി ബോത്ത് എ ആൻഡ് ബി. അതോ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അതോ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അതോ ഇതിനകത്തൊന്നുമില്ലയോ? സ്ലൈമോൾസ് ആർ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഓപ്ഷൻ ബി സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. സ്ലൈമോൾസ് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈമോൾസ്. ഡീക്കേയിങ് ആയിട്ടുള്ള ട്വിക്സ്, ലീവ്സ്, അതൊക്കെ ഫുഡാക്കി, അതൊക്കെ ന്യൂട്രിയൻസ് ആക്കി ജീവിക്കുന്ന ജീവിയാണ് സ്ലൈമോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം സ്ലൈമോൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. സാപ്രോഫൈറ്റിക് ആണ് സ്ലൈമോൾസ്. അടുത്ത ചോദ്യം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ഒക്കൂസ് ബൈ ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഈ പറയുന്ന ഓപ്ഷനകത്ത് എല്ലാത്തിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. പക്ഷേ ഒരെണ്ണം മാത്രം സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. അത് ഏതൊക്കെയാണ്? എ oospores, ബി ആസ്കോപോർസ്, സി സൂസ്പോർസ്, ഡി ബസിഡിയോസ്പോർസ്. ഇതിനകത്ത് oospores-ഉം ആസ്കോപോർസും ബസിഡിയോസ്പോർസും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് ഫംഗൈ യൂസ് ചെയ്യുന്ന ഓരോ ഓർഗൻസ് ആണ്. അതേസമയം സൂസ്പോർസ് എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നതാണ് സൂസ്പോർസ്. അതുകൊണ്ട് തന്നെ ചോദ്യമാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫംഗൈ ഒക്കൂസ് ബൈ ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇതിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സൂസ്പോർസ് ഉപയോഗിക്കാറുണ്ട് ഫംഗൈ, പക്ഷേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി സൂസ്പോർസ്. ലാസ്റ്റ് ചോദ്യം, ഫംഗൈ ലാക്കിംഗ് ക്രോസ് വാൾസ് ഇൻ ദ മൈസീലിയം ബിലോങ്സ് ടു ക്ലാസ്. മൈസീലിയത്തില് ക്രോസ് വാൾസ് ഇല്ലാത്ത ഫംഗൈ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ എ ഫൈക്കോമൈസീസ്, ബി ആസ്കോമൈസീസ്, സി ബസിഡിയോമൈസീസ്, ഡി ഡ്യൂട്രോമൈസീസ്. ഉത്തരം എ ഫൈക്കോമൈസീസ് ആണ്. കാരണം
ബാക്കിയുള്ള ഫംഗൈ എല്ലാത്തിലും മൈസീലിയം ക്രോസ് വാൾസ് ചെയ്യാറുണ്ട്. ആകെ ഫൈക്കോമൈസീസ് മാത്രമാണ് അസെപ്റ്റേറ്റ് ആയിട്ടുള്ളത്, ബാക്കി എല്ലാം സെപ്റ്റേറ്റും ബ്രാഞ്ചഡുമാണ്. അപ്പോൾ ഫൈക്കോമൈസീസ് മാത്രമാണ് അസെപ്റ്റേറ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ലാക്കിംഗ് ക്രോസ് വാൾസ് ഇൻ ദ മൈസീലിയം. മൈസീലിയത്തിൽ അത് ക്രോസ് വാൾസ് അതിനില്ല. അതുകൊണ്ട് തന്നെ 13 ഉത്തരം എ. അടുത്ത ചോദ്യം, ഫംഗൈ പ്രൊഡ്യൂസിങ് 8 സ്പോർസ് ഇൻ എ സാക്ക് ബിലോങ് ടു ദ ക്ലാസ്. 8 സ്പോർസ് ഒരു സാക്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗൈ ഇതിനകത്ത് ഏത് ക്ലാസ്സിൽ പെട്ടതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫൈക്കോമൈസിസ്, ഓപ്ഷൻ ബി ആസ്കോമൈസിസ്, ഓപ്ഷൻ സി ബസിഡിയോമൈസിസ്, ഓപ്ഷൻ ഡി ഡ്യൂട്രോമൈസിസ്. ഇതിന് ഉത്തരം ബി ആസ്കോമൈസിസ് ആണ്. ആസ്കോമൈസിസിനെ വിളിക്കുന്നത് തന്നെ സാക്ക് ഫംഗൈ എന്നാണ്. അതിന്റെ സാക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിന്റെ കഴിവ് കൊണ്ടാണ് അതിനെ സാക്ക് ഫംഗൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സാക്കിൽ 8 സ്പോർസ് കാണപ്പെടുന്നത് ആസ്കോമൈസിസ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വൈറൽ ഡിസീസ് ഓഫ് പ്ലാന്റ്സ്. ഈ താഴെ പറയുന്നവയിൽ വൈറസ് കോസ് ചെയ്യാത്ത ഡിസീസ്, ചെയ്യുന്നതല്ല വൈറസ് കോസ് ചെയ്യാത്ത ഡിസീസ്, നോട്ട് എ വൈറൽ ഡിസീസ്, ഇതിനകത്ത് ഏതാണെന്ന്. എ റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, ബി tobacco mosaic disease, C leaf curl of tomato, D triste disease of citrus. ടൊബാക്കോ മൊസൈസ് വൈറസ് ഒരു വൈറസ് കോസ് ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ലീഫ് കർൾ ഓഫ് ടൊമാറ്റോയും വൈറസ് കോസ് ചെയ്യുന്നതാണ്. ട്രിസ്റ്റ് ഡിസീസ് ഓഫ് സിട്രസ് ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഓപ്ഷൻ അല്ല, എന്നാൽ തന്നെയും ഇതും വൈറസ് കോസ് ചെയ്യുന്നതാണ്. പക്ഷേ റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് കോസ് ചെയ്യുന്നതാണ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. ഇതൊരു ഫംഗൈ കോസ് ചെയ്യുന്നതാണ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. കോസ് ചെയ്യുന്ന ഫംഗസിന്റെ പേര് കളക്ടോട്രൈക്കം ഫാൾസേറ്റം എന്നാണ്. Red rot of sugarcane is caused by the fungi Calactotrichum falsatum. Calactotrichum falsatum എന്ന പേരുള്ള ഒരു ഫംഗൈ ആണ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ കോസ് ചെയ്യുന്നത്. This is caused by Calactotrichum falsatum.